നമസ്കാരം. US യുദ്ധക്കപ്പലുകൾ തകർത്ത ഇറാൻ. ഇറാനെ തൊടാൻ ട്രംപിന് കഴിയില്ലെന്ന് ആയത്തുള്ള അലി ഖമേനി. ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി പറയുന്നത്. കഴിഞ്ഞ 47 വർഷമായി ഇറാനെ നശിപ്പിക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. ട്രംപിന് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഖമേനിയുടെ വാദം. ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US-ന്റെ യുദ്ധക്കപ്പലുകൾ കടലിൽ താഴ്ത്തുമെന്നാണ് ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇറാൻ US രണ്ടാം ഘട്ട ആണവ ചർച്ച ജനീവയിൽ പുരോഗമിക്കുമ്പോഴായിരുന്നു ഖമേനിയുടെ ഈ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത്. പ്രകോപനം കൊള്ളിക്കുന്ന പ്രസ്താവന. അപ്പോൾ ഈ മാസം ആദ്യവാരത്തിൽ ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ നടന്ന ആണവ ചർച്ചകൾക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന രണ്ടാം ഘട്ട പരോക്ഷ ചർച്ചയാണ് ജനീവയിൽ നടന്നത്. ഇറാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരിഖച്ചിയും അമേരിക്കയെ പ്രതിനിധീകരിച്ച് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരദ് കഷ്ണറുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ന്യായവും നീതിയുക്തവുമായിട്ടുള്ള കരാറാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും അരക്ഷി വ്യക്തമാക്കുകയായിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണോ എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിട്ടുമില്ല. ആണവ ചർച്ചകൾക്ക് പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ കാര്യത്തിലും പ്രദേശത്തെ ഭീകര സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുന്ന കാര്യത്തിലും ചർച്ച വേണമെന്ന് അമേരിക്കയുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. ആണവ ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് അബ്ബാസ് അരഖച്ചി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രേസിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കഴിഞ്ഞ ദിവസം സൈനിക അഭ്യാസം നടത്തിയത് സംഘർഷാത്മകമായിട്ടുള്ള അവസ്ഥയ്ക്കിടയാക്കി എന്നുള്ളതാണ്. അമേരിക്കയുമായി ആണവ ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ ഇറാന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ സത്യത്തിൽ ലോകരാജ്യങ്ങൾ അടക്കം അമ്പരന്ന് പോയി എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് സൈനികാഭ്യാസം നടത്തിയ ഇറാൻ ഒരു ശക്തിക്കും കീഴടങ്ങില്ല എന്നുള്ള സന്ദേശമാണോ നൽകുന്നത് എന്നുള്ള ചോദ്യമാണോ വരുന്നത്. ആഗോള എണ്ണ വിപണിയുടെ ഒരു പ്രധാന ചരക്കുപാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയപ്പെടുന്നത്. ജനീവയിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത് എങ്കിലും ആ ഓർമ്മ പോലും ഇല്ലാതെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ലോകരാജ്യങ്ങളെ അടക്കം ഞെട്ടിച്ചു എന്നുള്ളതാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒമാനി അംബാസഡറുടെ വസതിയിലായിരുന്നു ചർച്ച നടന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിൽ നിന്ന് എത്തുകയും അവർ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നയതന്ത്ര പ്രതിനിധി സംഘം ഉണ്ടെങ്കിലും അതിനകത്ത് ഭാഗികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയത് ഡൊണാൾഡ് ട്രംപ് കൂടി ചേർന്നിട്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ചർച്ചകൾ നടന്നത്. പക്ഷേ ചർച്ച തുടങ്ങി മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ സൈനികാഭ്യാസം നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായി. ഇറാനിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൃത്യമായി പതിച്ചെന്ന് ഇറാനിലെ ഔദ്യോഗിക മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് ഇതുവഴിയുള്ള ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചിടുന്ന ഒരു പ്രതിഭാസത്തിന് കൂടി വേദിയായി എന്നുള്ളതാണ്. അങ്ങനെ ജനീവയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. അമേരിക്ക ആക്രമണം നടത്തിയാൽ ഹോർമൂസ് കടലിടുക്ക് വഴി വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം തടയുമെന്നുള്ള പ്രത്യാക്രമണം അത് ആദ്യമേ തന്നെ ഇറാനും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ മേഖലയിൽ യുദ്ധമോ ഏറ്റുമുട്ടലോ ഉണ്ടാകരുത് എന്ന നിലപാടിലാണ് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോയത് എങ്കിൽ ഇതാണ് ആണവ വിഷയത്തിൽ ഇറാനെയും അമേരിക്കയും ഒരു മേശയ്ക്ക് ഇരുപുറത്തേക്കും എത്തിച്ചത് എന്ന് പറയുമ്പോഴും യുദ്ധം എന്നത് അനിവാര്യതയാകുന്നത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇറാൻ അത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ മേഖലയിലെ കടന്നുകയറ്റം അടക്കമുള്ളവ അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണം അടക്കമുള്ളവ നിർത്തിവെക്കണം എന്നതിനോട് യോജിക്കുവാൻ ഇറാന് കഴിയില്ല എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള പ്രസ്താവന അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ US കപ്പലുകളെ അടക്കം തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ശേഷി ഇറാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇറാൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. ഇറാനെ തൊടാൻ കഴിയില്ല എന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് എത്രത്തോളം വാസ്തവമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. US-ന്റെ യുദ്ധക്കപ്പലുകൾ എവിടെയൊക്കെ നങ്കൂരമിട്ടാലും ആ കടലിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയെ തകർത്ത് കളയുവാനുള്ള ശക്തിയും ശേഷിയും ആയുധശേഷിയും അടക്കം ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ തൊടാൻ ഈ പറയുന്ന ട്രംപിനോ ട്രംപിന്റെ അമേരിക്കയ്ക്കോ കഴിയില്ല എന്നുള്ള വളരെ വലിയൊരു ആത്മവിശ്വാസം അത് ഖമേനിക്കുണ്ട് എന്നുള്ളതാണ്.